ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് AI മെഷീൻ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള ഫീൽഡുകൾ വളരെയധികം ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ പൈത്തൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പൈത്തൺ വെച്ചിട്ട് ഒരു ഡാറ്റ അനാലിസിസ് പ്രോജക്റ്റ് ചെയ്യാം. നമ്മളിവിടെ ഡിഫറെൻറ്റ് കൺട്രീസിലത്തെ ക്ലൈമറ്റ് ചേഞ്ച് അനലൈസ് ചെയ്തിട്ട് അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു ടൈം സീരീസ് ഡാറ്റ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ടൈം സീരീസ് ഡാറ്റയുടെ പ്രത്യേകത? അപ്പോൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ഡാറ്റയാണ്, അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഡാറ്റയാണ്. ഈ ഡാറ്റ പ്രത്യേക ടൈം ഇൻ്റർവെലിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റേനെയാണ് നമ്മൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു പ്ലേസിൻ്റെ ടെമ്പറേച്ചർ എടുക്കാം. അപ്പോൾ ഈ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഓരോ പർട്ടിക്കുലർ ടൈമിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊരു ടൈം സീരീസ് ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഇതുപോലെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവൽ, ഇതെല്ലാം ഒരു ടൈം സീരീസ് ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. കാരണം ഇതൊക്കെ ഓരോ ടൈം ഇൻ്റർവെലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഡാറ്റയാണ്. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റം വാല്യൂസ് ആണ്. അപ്പോൾ ഈ വാല്യൂസും ഇതുപോലെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡാറ്റകളെയാണ് നമ്മൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഡാറ്റ അനാലിസിസിലൊക്കെ ഇങ്ങനത്തെ ടൈം സീരീസ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇങ്ങനത്തെ ടൈം സീരീസ് ഡാറ്റയുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ടൈം സീരീസ് ഡാറ്റ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവരുടെ മാറി മാറി വരുന്ന ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് തന്നെ ഒരു പാറ്റേൺസ് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. ഇനി ടൈം സീരീസ് ഡാറ്റയുടെ മെയിൻ ആയിട്ടുള്ള യൂസ് കേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അനാലിസിസ്, വെതർ അനാലിസിസ്, ഹെൽത്ത് കെയർ അനാലിസിസ് ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ആദ്യത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഇപ്പോൾ ഒരു കമ്പനിയിലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ആ കമ്പനിയുടെ തന്നെ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലത്തെ ഓപ്പർച്യൂണിറ്റീസ്, ട്രെൻഡ്സ്, പിന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഫ്ലോ, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാം. ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സഹായിക്കും. അടുത്തത് വെതർ അനാലിസിസ് ആണ്. വെതർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേസിലത്തെ റെയിൻഫോള്, ടെമ്പറേച്ചർ എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ പ്ലേസിലത്തെ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള വെതർ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹെൽത്ത് കെയർ അനാലിസിസ് ആണ്. ഇപ്പോൾ ഹെൽത്ത് കെയർ അനാലിസിസിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസിൻ്റെ ഡാറ്റ, അതായത് അവരുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവൽ, ഇതുപോലുള്ള വേറെ ടെസ്റ്റ് റിപ്പോർട്ട്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ തന്നെ ഹെൽത്ത് കെയർ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇവർക്ക് വരുന്ന ഡിസീസുകളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് മുൻകൂട്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാനും ഈ ഒരു അനാലിസിസ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ, മാർക്കറ്റ് ട്രെൻഡ്സ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അവർ സെയിൽസിനെ ബാധിക്കുന്ന മറ്റു ഡാറ്റകൾ, ഇവ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്തിട്ട് ഈ കമ്പനിയുടെ ഭാവിയിലുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഇനി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈത്തണിൽ തന്നെ ഡാറ്റ അനാലിസിസ്, വിഷ്വലൈസേഷൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലൈബ്രറീസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള നോളേജ് നമുക്കിവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് നംപൈ, പാണ്ടാസ്, സീബോൺ എന്നിവയാണ്. ഈ ഓരോരോ ലൈബ്രറീനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതുപോലെ ഡാറ്റ അനാലിസിസിനെ കുറിച്ചിട്ട് ചെയ്ത ഒരു വീഡിയോയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് പോയി ആദ്യം ചെക്ക് ചെയ്യുക. ആ വീഡിയോസ് കണ്ടിട്ട് ഈ ഒരു വീഡിയോയുടെ ബാക്കി കാണുന്നതായിരിക്കും കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ടൈം സീരീസ് ഡാറ്റയെ കുറിച്ചിട്ട് ഒരു ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഗ്ലോബലിൽ ലാൻഡ് ടെമ്പറേച്ചറിന്റെ ചേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് ക്ലൈമറ്റിലുള്ള ചേഞ്ചിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ വർഷത്തെയും അനുസരിച്ച് നമുക്ക് ഓരോ കൺട്രിയുടെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു ഡാറ്റ സെറ്റ് വേണമല്ലേ. അപ്പോൾ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൺട്രീസിലും ഓരോ വർഷങ്ങളിലായിട്ട് വരുന്ന ടെമ്പറേച്ചർ, ഒരു വർഷത്തിൽ തന്നെ പല പല ചേഞ്ചസ് ഉണ്ടായിരിക്കും സീസൺ അനുസരിച്ച്. അപ്പം അങ്ങനെ ചേഞ്ചസ് ആവുന്ന ടെമ്പറേച്ചറിന്റെ ഒരു ഡാറ്റ വേണം. അപ്പോൾ ആ ഒരു ഡാറ്റ സെറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് കാഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡാറ്റ സെറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്ലോബൽ ലാൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ സെറ്റുകളാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഡാറ്റ സെറ്റാണ് വേണ്ടതെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ ഇതിൽ ഉള്ള ഡാറ്റ സെറ്റാണ് എങ്ങനെയാണ് ഡേറ്റ്, അതുപോലെ ഓരോ സ്ഥലത്തെയും ആവറേജ് ടെമ്പറേച്ചർ, അതിൻ്റെ സിറ്റിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും CSV ഫയലായിട്ട്. അതിനെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ലാൻഡ് ടെമ്പറേച്ചർ സിറ്റി അനുസരിച്ച് സ്റ്റേറ്റ് ഒക്കെ അനുസരിച്ചുള്ള പല പല ഡാറ്റ സെറ്റുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള CSV ഫയലാണ് ഇത്. ഗ്ലോബൽ ലാൻഡ് ടെമ്പറേച്ചർ ബൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സെറ്റാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡേറ്റ് ഉണ്ട്, അതുപോലെ ആവറേജ് ടെമ്പറേച്ചർ ഉണ്ട്, ആവറേജ് ടെമ്പറേച്ചർ അൺസർട്ടിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഉണ്ട്, കൺട്രി ഉണ്ട്. അപ്പോൾ ഓരോ കൺട്രികളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളിൽ വരുന്ന ഒരു ആവറേജ് ടെമ്പറേച്ചറിൻ്റെ ഡാറ്റ സെറ്റാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏത് ഫയലിലാണോ ചെയ്യുന്നത്, അപ്പോൾ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ ഈ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട്, ദ ഗ്ലോബൽ ലാൻഡ് ടെമ്പറേച്ചർ ബൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയൽ ഇവിടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെമ്പറേച്ചറിൻ്റെ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഡാറ്റ സെറ്റൊക്കെ നമ്മുടെ ഫോൾഡറിൽ കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് ആവശ്യമുള്ള ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്യാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ലൈബ്രറീസ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ്, അതുപോലെ സീബോൺ. അപ്പോൾ ഇതാദ്യം നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യം ഈ ലൈബ്രറികളൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഈ നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ പാണ്ടാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കമൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് ലൈബ്രറിയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ആദ്യം പാണ്ടാസിനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പാണ്ടാസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ SPD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുക്കാം. ദെൻ നമുക്ക് മാറ്റ്പ്ലോട്ലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ് അടുത്തത് വേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്ലോട്ട് SPLT നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ സീബോൺ ആണ് വേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് സീബോൺ, അതിനെ നമുക്ക് SNS എന്നാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ SNS എന്ന് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഒരു 3 ലൈബ്രറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ആദ്യം ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ ഡാറ്റ സെറ്റിനെ റീഡ് ചെയ്യിക്കുകയാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഡാറ്റ സെറ്റിനെ റീഡ് ചെയ്യിക്കാനുള്ള ഫംഗ്ഷൻ ഉള്ളത് പാണ്ടാസിലാണ്. അപ്പോൾ ഞാൻ PD എന്നാണ് പാണ്ടാസിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിട്ടു, എന്നിട്ട് ഡോട്ട് റീഡ് CSV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. പാണ്ടാസിലത്തെ ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അത് എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫയലാണോ റീഡ് ചെയ്യേണ്ടത് ആ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട്സിൽ നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുക്കുകയാണ്. ഗ്ലോബൽ ലാൻഡ് ടെമ്പറേച്ചർ ബൈ സ്റ്റേറ്റ് എന്നാണ് പേര്. .CSV എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ റീഡ് ചെയ്ത ഫയലിനെ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെക്കാം. DF എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഒന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം കേട്ടോ. പ്രിന്റ് DF ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞത് കൊടുത്താൽ അതിൻ്റെ ഫസ്റ്റത്തെ 5 റോസ് മാത്രമാണ് വരിക. അപ്പോൾ അത് കൊടുത്തു. ഇനി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡേറ്റ്, അതുപോലെ ആവറേജ് ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട്. ബ്രസീലിൽ തന്നെ ഉള്ള പല ഡേറ്റുകളിലായിട്ടുള്ള ടെമ്പറേച്ചറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല പല കൺട്രീസിൻ്റെ ഡേറ്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ 1855 തന്നെ ഉള്ള പല പല മാസങ്ങളിലത്തെ ആവറേജ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ടൈപ്പ് നോക്കാം കേട്ടോ. ഇപ്പോൾ ടൈപ്പ് നോക്കാനായിട്ട് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് DF ഡോട്ട് D ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, D ടൈപ്സ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് കിട്ടും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആവറേജ് ടെമ്പറേച്ചർ ഏതിലാണ്, ഫ്ലോട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടിലാണ്. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് ഡേറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അതുപോലെ സ്റ്റേറ്റും കൺട്രിയും ഒക്കെ ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റകളുടെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് കിട്ടി. ഇത് എന്തിനാ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ് ഒക്കെ ഡേറ്റിൻ്റെ ഫോർമാറ്റിൽ എടുക്കേണ്ടി വരും. അതായത് അതിൻ്റെ ഇയേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാനും മീനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡാറ്റ ടൈപ്പ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ്.
അപ്പോൾ ഇത് മൊത്തം എത്ര എണ്ണം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറേ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പം മിസ്സിംഗ് വാല്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് പ്ലോട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡാറ്റ സെറ്റിൽ നിന്ന് കളഞ്ഞിട്ട് ഡാറ്റേനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ഡാറ്റ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് df.shape എന്ന് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡാറ്റകൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ വന്നേക്കുന്ന എത്ര കോളം ഉണ്ടെന്നാണ്. അപ്പോൾ ഏകദേശം ഇത്ര ഒരു റൈറ്റിലുള്ള കോളം ഉണ്ട് നമുക്ക്. അതുപോലെ ഇത്രയൊക്കെ റോ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഷേപ്പിൽ തന്നെ ഈ ഒരു ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര റോ ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് എത്ര കോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം റോസ് ആയിട്ടുള്ള ഡാറ്റകൾ അവൈലബിൾ ആണ്. അതുപോലെ കോളം നമുക്ക് 5 എണ്ണമാണ് ഉള്ളത്. 5 എണ്ണം ഈ പറഞ്ഞ പോലെ ഡേറ്റ്, ടെമ്പറേച്ചർ, അൺസർട്ടനിറ്റി, സ്റ്റേറ്റ്, കൺട്രി, ഇതൊക്കെയാണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. അപ്പോൾ അത് 5 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റയിൽ കുറേ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ മിസ്സിംഗ് വാല്യൂസ് കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ മിസ്സിംഗ് വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രിന്റിൻ്റെ ഉള്ളിൽ df. ഈസ്നഡ്ൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ അതായത് മിസ്സിംഗ് വാല്യൂസിനെയാണ് നമ്മൾ ഈസ്നഡ്ൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേ ഡോട്ട് സം എന്ന് പറഞ്ഞാൽ എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് അതിൻ്റെ ഒരു സമ്മിനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർ കണ്ടോ ഇത്രയധികം മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് ഓരോ കോളത്തിലും. അപ്പോൾ എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഓരോ കോളത്തിലും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മിസ്സിംഗ് വാല്യൂസ് ഉള്ള ഒരു റോസിനെയൊക്കെ ഒഴിവാക്കാം നമുക്ക്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതിനൊന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DFലാണ് നമ്മുടെ ഫയൽ ഉള്ളത്. df.dropna എന്ന് കൊടുക്കുക. എന്നിട്ട് ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഉള്ളതെല്ലാതും പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഷേപ്പിനെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം നമുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ കൊടുത്ത ഈ ഒരു ഷേപ്പിനെ പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയത് ഇത്രയധികം ഡാറ്റ ആയിരുന്നു. അതിൽ നിന്ന് മിസ്സിംഗ് വാല്യൂസിനെയൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മിസ്സിംഗ് വാല്യൂസിനെയൊക്കെ കളഞ്ഞത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിനെയൊക്കെ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. കാരണം ഇവിടെ ഡേറ്റിന് DT, ആവറേജ്, ടെമ്പറേച്ചർ, അൺസർട്ടനിറ്റി, ഇങ്ങനെയൊക്കെയല്ലേ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനൊക്കെ റീനെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ റീനെയിം ചെയ്യാനുള്ള ഫങ്ഷൻസ് ഒക്കെ എഴുതി കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി നല്ലൊരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതിനൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൻ്റെ പേര് എഴുതുക. DFലാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. df.rename എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വിളിക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കോളംസ് എന്ന് പറഞ്ഞു കൊടുക്കുക. കോളംസ് ഈക്വൽ ടു നമ്മൾ ഏതൊക്കെ കോളംസിനെയാണ് മാറ്റാൻ പോണത് എന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറയുന്നതാണ് DT അല്ലേ. DT എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഡേറ്റ് എന്നാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ നിലവിലുള്ള ഫസ്റ്റത്തെ പേര് എഴുതുക. അതിനെ ഏത് പേരാക്കിയിട്ടാണോ മാറ്റേണ്ടത് അത് അടുത്തതായിട്ട് എഴുതുക. അപ്പോൾ ഞാൻ ഡേറ്റ് എന്നാക്കി മാറ്റണം, അതെഴുതി സിംഗിൾ കോട്ടിലിടണേ. ഇനി കോമ ഇട്ടിട്ട് നെക്സ്റ്റ് കോളം നോക്കാം. നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്യാം. ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് AVJ_temp എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളം ഏതാ നോക്കാം. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ അൺസർട്ടനിറ്റി എന്നാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെൽ ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുക്കാം. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് സ്റ്റേറ്റും കൺട്രി, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കോളത്തിനെ നമ്മൾ ഒന്ന് റീനെയിം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് DFലാണ് ഡാറ്റ ഉള്ളത്. ഹെഡ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 റോ പ്രിന്റ് ചെയ്ത് തരും. ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോളംസ് ഇത്രയും കോളംസിനെ നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡും കൂടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കോമ ഇട്ടിട്ട് ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിന്റ് ഏതിലാണ് നമ്മുടെ ഡാറ്റ സെറ്റ്? DFൽ df.head എന്ന് പറഞ്ഞത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 ഡാറ്റകൾ കാണാം, ഹെഡിങ് അടക്കം.
ഓക്കെ. ഇപ്പം നമ്മുടെ ഡാറ്റകൾ ഞാൻ കൊടുത്ത രീതിക്ക് ആയിട്ടുണ്ട്. ഡേറ്റ് എന്നായിട്ടുണ്ട്. ആദ്യത്തെ ഒരു റോ എന്ന് പറയുന്നത് ഇപ്പോൾ ആവറേജ് ടെമ്പ് എന്നുള്ളത് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രീതിക്ക് ഞാനത് ഹെഡിങ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹെഡിങ് ഒക്കെ മാറ്റി മിസ്സിംഗ് വാല്യൂസിനെയൊക്കെ കളഞ്ഞ് ഡാറ്റ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഫോർമാറ്റ് ഒബ്ജക്റ്റ് രൂപത്തിലാണ്. അപ്പോൾ ഒബ്ജക്റ്റ് രൂപത്തിലല്ല വേണ്ടത്, നമുക്ക് ഡേറ്റിന്റെ രൂപത്തിൽ തന്നെ വേണം. അപ്പോൾ അതിലേക്കുള്ള കൺവേർഷനാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാണ്ടാസിൽ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. pd.to date time എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഏത് കോളത്തിനെയാണോ ഡേറ്റ് ടൈമിലേക്ക് മാറ്റേണ്ടത് ആ ഒരു കോളത്തിന്റെ പേരാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ DFൽ ഏത് കോളാണ്, ഡേറ്റ് എന്ന് പറഞ്ഞ കോളാണ് മാറേണ്ടത്. അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞ കോളം കൊടുത്തു. അതിന് ഇനി നമുക്കൊരു വേരിയബിളിലേക്ക് വെക്കാമല്ലോ. അപ്പോൾ DF ഡേറ്റ് എന്ന് തന്നെ കൊടുക്കുക, ഡേറ്റ്. അതിനെ നമുക്കിനി DF ഡേറ്റ് എന്ന് പറഞ്ഞാലേക്ക് തന്നെ സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ DF ഡേറ്റ് എന്ന് തന്നെ ഇവിടെ വേരിയബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലത്തെ ഇയേഴ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ഇയേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DF ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ. ഇനി ഇതിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് df.head. ഓക്കെ. ഡേറ്റിന്റെ ഫോർമാറ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടൈപ്സ് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. df.type എന്നുള്ളത് കണ്ടോ, ഡേറ്റിന്റെ ആ ഒരു ഫോർമാറ്റ് മാറി, ഒബ്ജക്റ്റിൽ നിന്ന് മാറിയിട്ട് ഡേറ്റ് ടൈം എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡേറ്റ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് ഇയേഴ്സ് മാത്രം മതി, കാരണം നമ്മൾ ഇയർലി ആണ് ഗ്രാഫ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഇയറിലും എത്ര ടെമ്പറേച്ചർ കിട്ടിയെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇയറിനെ മാത്രമായിട്ടൊന്ന് എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇയറിനെ മാത്രം ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DF ഇയർ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, ഈക്വൽ ടു DF ഡേറ്റ് ഡോട്ട് DT ഡോട്ട് ഇയർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, DF ഡേറ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ നിന്ന് ഇയറിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് DF ഇയറിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളത്തിൽ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊന്ന് നോക്കാം. ഓക്കെ. ഇപ്പം നമുക്ക് കിട്ടിയ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1855 തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ടല്ലേ, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ബ്രസീലിൽ 1885 എങ്ങനെയാണ് ഓരോ ഡേറ്റും ഓരോ മാസവുമായിട്ടാണ് നമുക്ക് വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഇയർ വൈസ് ആണ് വേണ്ടത്. അതായത് 1885 എന്താണ് ബ്രസീലിന്റെ കണ്ടീഷൻ, ഓരോ ഇയർലിയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വേണം. അതായത് 1885 ബ്രസീലിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡേറ്റ് എന്ന് പറഞ്ഞ കോളത്തിന്റെ ഉള്ളിൽ നിന്ന് ഇയേഴ്സിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പുതിയ ഒരു കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഡേറ്റിന് കിട്ടണം ആദ്യം. അപ്പോൾ DF ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയേഴ്സിനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ DT ഡോട്ട് ഇയർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഡേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇയറിനെ മാത്രം കിട്ടിയിട്ടുണ്ടാവും. അതിനെ നമുക്കൊരു കോളത്തിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ DFലത്തെ ഒരു കോളമാക്കി മാറ്റണം. അപ്പോൾ DF എന്ന് പറഞ്ഞിട്ട് ഇയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പുതിയ കോളത്തിൻ്റെ പേര് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലെന്താ ഉണ്ടായത്, ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൻ്റെ ഉള്ളിൽ നിന്ന്, DFലെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇയേഴ്സിനെ മാത്രം എടുത്തിട്ട് DFലെ ഇയർ എന്ന് പറഞ്ഞിട്ടൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സേവ് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. DF.head എന്ന് പറഞ്ഞത് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുവരെയ്ക്ക് കൺട്രി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1855 ബ്രസീലിൽ തന്നെ വന്നിട്ടുള്ള ആവറേജ് ടെമ്പറേച്ചറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ള മീനും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഇതുവരെയ്ക്ക് നമ്മുടെ ഡാറ്റാ സെറ്റ് ശരിയായിട്ടുണ്ട്. ഡേറ്റും അതുപോലെ ആവറേജ് ടെമ്പറേച്ചറും സ്റ്റേറ്റും കൺട്രിയും ഇയറും വെച്ചിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം നമ്മൾ ഡാറ്റേനൊക്കെ പ്രീ പ്രോസസ്സ് ചെയ്തെടുത്തു. അതായത് നമ്മുടെ ഡാറ്റയുടെ ക്ലീനിങ്ങും അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇയേഴ്സിനെയൊക്കെ മാറ്റി നല്ലൊരു രീതിക്ക് ആക്കി. അതിനെയാണ് ഡാറ്റയുടെ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്ത് നമുക്ക് വേണ്ട ഒരു ഡാറ്റ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഡാറ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ഡാറ്റയാണ് അല്ലേ.
അപ്പോൾ ഈ ആവറേജ് ടെമ്പറേച്ചർ എങ്ങനെയൊക്കെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു എസ് എയിൽ 2000 തന്നെ 2 ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും 2000 തന്നെ 2 ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കണം. 2000 നമുക്ക് ഒറ്റ ടെമ്പറേച്ചർ ആയിട്ടാണ് കിട്ടേണ്ടത്. എല്ലാ കൺട്രികളുടെ ആണെങ്കിലും കൺട്രി ഇയർ ആ ഇയറിൽ ഉള്ള ആവറേജ് ടെമ്പറേച്ചർ അങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഡാറ്റ സെറ്റ് പ്രിന്റ് ചെയ്യിച്ചപ്പോൾ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1855 തന്നെ ബ്രസീലിൽ പല പല ടെമ്പറേച്ചർ ആവറേജ് ടെമ്പറേച്ചറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറ്റില്ല നമുക്ക്. 1885 ഏറ്റവും ആവറേജ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യാണ്. അതായത് കൺട്രീനും ഇയറിനും കൂടി ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് അതിന്റെ ആവറേജ് ടെമ്പറേച്ചറിന്റെ മീൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. അതായത് യു എസിൽ 2000 ഒറ്റ ടെമ്പറേച്ചർ കിട്ടും. അതുപോലെ യു എസിലാണെന്നുണ്ടെങ്കിൽ 2001 ഇത്ര ടെമ്പറേച്ചർ ഒറ്റ ടെമ്പറേച്ചർ കിട്ടും. അങ്ങനെ ഓരോ കൺട്രിക്കും ഓരോ ഇയറിലും ഓരോ ആവറേജ് ടെമ്പറേച്ചറിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. എന്ത്? കൺട്രിയും ഇയറും തമ്മിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് ടെമ്പറേച്ചറിന്റെ മീനാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആവറേജ് ടെമ്പറേച്ചർ ബൈ കൺട്രീസിൻ്റെയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ ഒരു വേരിയബിൾ കൊടുത്തു എന്നുള്ളൂ. നമുക്ക് അതിലേക്കാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഫംഗ്ഷന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ബൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ df ഡോട്ട് ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് എടുക്കുക. ആരൊക്കെയാണ് ഗ്രൂപ്പ് ആക്കേണ്ടതെന്ന് ഇതിന്റെ ഉള്ളിൽ കൊടുക്കാം. കൺട്രി ഇവിടെ കിടക്കുന്ന ആ ഒരു കൺട്രീനെയും അതുപോലെ ആ ഒരു ഇയറിനെയാണ് ഗ്രൂപ്പ് ആക്കേണ്ടത്. ഇവിടെ കണ്ടോ റിപ്പീറ്റ് ആയിട്ട് കിടക്കുന്ന ഇവരെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. എന്തിന്റെ ബേസിലാണ്? ആവറേജ് ടെമ്പറേച്ചറിന്റെ ബേസിലാണ്. അതിന്റെ മീൻ കണ്ടിട്ടാണ്. അപ്പൊ ഇതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ മീൻ ആയിട്ട് ഒറ്റ വാല്യൂ ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ കൺട്രി എന്ന് കൊടുത്തു, കോമ ഇട്ടിട്ട് ഇയർ എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? അതിന്റെ ആവറേജ് ടെമ്പറേച്ചർ ആണല്ലേ കിട്ടേണ്ടത്. ആവറേജ് ടെമ്പറേച്ചർ എന്ന് കൊടുക്കാം. ആവറേജ് ടെമ്പറേച്ചറിന്റെ മീൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഡോട്ട് മീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ മിസ്സിംഗ് വാല്യൂസ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് നോക്കിയാൽ ഓരോ ഡാറ്റയ്ക്കും ഓരോ നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയാം. ഈ ഇൻഡെക്സ് നമ്പർ കുറേ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ നമ്മൾ കളഞ്ഞപ്പോൾ അത് അൺഓർഡേർഡ് ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അതിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് ഓർഡറിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആ ഒരു മീൻ കണ്ടതിനെ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു ഫംഗ്ഷന്റെ പേരാണ് റീസെറ്റ് ഇൻഡെക്സ് എന്നുള്ളത്. അപ്പോൾ റീസെറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷനും കൂടി കൊടുക്കാം. ഇനി നമുക്ക് ആവറേജ് ടെമ്പറേച്ചർ ബൈ കൺട്രി എന്നുള്ളത് പ്രിന്റ് ചെയ്ത് നോക്കാം. ദെൻ പ്രിന്റ് എന്ന് കൊടുക്കുക. അതിൽ ആവറേജ് ടെമ്പറേച്ചർ ബൈ കൺട്രി ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡാറ്റാനെ അനലൈസ് ചെയ്തിട്ട് ഇൻഡെക്സ് നമ്പർ അടക്കം കൺട്രിയും ഇയറും അതുപോലെ അതിൽ വന്നിരിക്കുന്ന ആവറേജ് ടെമ്പറേച്ചറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റ സെറ്റ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എങ്ങനെയാണ് കിട്ടിയത്? കൺട്രി അതിന്റെ ഓരോ ഇയറിലും വരുന്ന ആവറേജ് ടെമ്പറേച്ചറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിൽ 1841 വന്നിട്ടുള്ള ആവറേജ് ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? ഓസ്ട്രേലിയയിൽ തന്നെ 1841 പല പല വാല്യൂസ് ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് ടെമ്പറേച്ചർ കണ്ടു. അപ്പൊ നമുക്ക് ഓസ്ട്രേലിയയിൽ തന്നെ ഡിഫറെന്റ് ഇയേഴ്സിലുള്ള ആവറേജ് ടെമ്പറേച്ചറിന്റെ വാല്യൂസ് കിട്ടി. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ കൺട്രീസിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് വാല്യൂസ് ഉണ്ട് ഓസ്ട്രേലിയയിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് കഴിഞ്ഞു. അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനലൈസ് ചെയ്ത ഡാറ്റ വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാന്നുള്ളതാണ്. ആവറേജ് ടെമ്പറേച്ചർ ബൈ കൺട്രി ഈ ഒരു ഡാറ്റേനനുസരിച്ചിട്ടുള്ള പ്ലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്ത് പ്ലോട്ട് ലിപ്പിലത്തെ ആ ലൈബ്രറിയാണ് യൂസ് ചെയ്യുക. അപ്പൊ PLT എന്നാണല്ലേ അതിനെ പറയുന്നത്. അപ്പൊ PLTനെ എടുക്കുക, എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഡിസ്പ്ലേ ആവുന്നത് ഒരു വിൻഡോയിലായിരിക്കും. ആ വിൻഡോനെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. അതിന്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ആദ്യം. അപ്പൊ PLTയിൽ ഫിഗർ എന്നുള്ളതിനെ വിളിച്ചിട്ട് ഫിഗറിന്റെ സൈസ് പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇതിന്റെ ഉള്ളില്. അപ്പോൾ ഫിഗർ സൈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സും വൈയും വാല്യൂസ് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 12,6 എന്ന് പറഞ്ഞിട്ട് വാല്യൂ സെറ്റ് ചെയ്തു. അതായത് ഒരു ഫിഗർ കാണിക്കുന്ന വിൻഡോയുടെ എക്സിന്റെയും വൈന്റെയും സൈസ് എത്രയാണെന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആവുമല്ലോ. അപ്പൊ ഡിസ്പ്ലേ ആവാനുള്ള ഒരു ഫംഗ്ഷനാണ് ഇത് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സൈസ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ പ്ലോട്ട് ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ SNS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീബോൺ എടുക്കുക.
ആ ഒരു സീബോണിൻ്റെ ലൈബ്രറി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ലൈൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലൈൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ലൈൻ പ്ലോട്ടിൽ എന്തുണ്ടായിരിക്കും, എക്സ് ഡയറക്ഷനും ഉണ്ടായിരിക്കും വൈ ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ വെച്ചിട്ടാണ് എക്സും വൈയും ചെയ്യണേന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇയർ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ കോമ ഇട്ടിട്ട് വൈ എന്താന്ന് പറഞ്ഞു കൊടുത്തു. വൈ ഈക്വൽ ടു ഓരോ ഇയറിലും വരുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ആണല്ലേ നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ആവറേജ് ടെമ്പറേച്ചർ ആണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കൂ. ആവറേജ് ടെമ്പ് എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ നമുക്കൊരു ലേബൽ വേണം. അപ്പോൾ അതായത് ഇയർ അനുസരിച്ച് ആവറേജ് ടെമ്പറേച്ചർ ഏത് കൺട്രിയിലത്തെയാണെന്ന് അറിയണമല്ലേ. അപ്പോൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂ ഈക്വൽ ടു ആരുടെ ബേസിലാണ്, ഏത് കൺട്രിയുടെ ബേസിലാണല്ലേ ഇയർ അനുസരിച്ചിട്ടുള്ള ആവറേജ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഹ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺട്രി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫിഗർ വരുമ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തന്നിട്ട് പറയാം. ദെൻ അടുത്തത് നമ്മുടെ ഡാറ്റയാണ് കൊടുക്കേണ്ടത്. ഏത് വെച്ചിട്ടാണ് ഡാറ്റ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഡാറ്റ ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ആവറേജ് ടെമ്പറേച്ചർ ബൈ കൺട്രി എന്നുള്ള ഈ ഒരു വേരിയബിളിലാണ് നമ്മുടെ അനലൈസ് ചെയ്ത ഡാറ്റ ഇരിക്കുന്നത്. ഈ ഒരു വേരിയബിളാണ് ഡാറ്റയിൽ കൊടുക്കേണ്ടത്. അത് വെച്ചിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കണം അല്ലേ പ്ലോട്ടിന്. അപ്പോൾ PLT ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിക്കുക. ടൈറ്റിലിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം, ആവറേജ് ടെമ്പറേച്ചർ ഓവർ ടൈം ബൈ കൺട്രി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ കൺട്രിയിലുള്ള ആവറേജ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആവറേജ് ടെമ്പറേച്ചർ ഓവർ ടൈം ബൈ കൺട്രി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എക്സ് ആക്സിസിൽ എന്ത് വരണം, വൈയിൽ എന്ത് വരണം ലേബലായിട്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ PLT ഡോട്ട് എക്സ് ലേബൽ. എക്സിൽ എന്താ വരേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇയർ ആണെന്ന്. ഓക്കെ, ഇനി വൈ ആണ് വരേണ്ടത്. അപ്പോൾ PLT ഡോട്ട് വൈ ലേബൽ. ഇതിലെന്ത് കൊടുക്കണം, ആവറേജ് ടെമ്പറേച്ചർ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രാഫ് കാണണമല്ലേ. അപ്പോൾ PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് അത് കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഡാറ്റേനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡാറ്റ ഈക്വൽ ടു ആവറേജ് ടെമ്പറേച്ചർ ബൈ കൺട്രി എന്നുള്ള ഒരു ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അനലൈസ് ചെയ്തത്. ഇത് ഡബിൾ കോട്ട്സിൽ കൊടുക്കരുത് കേട്ടോ. ഇത് തെറ്റി കൊടുത്തതാണ്. ആവറേജ് ടെമ്പ് ബൈ കൺട്രി എന്ന് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ആവറേജ് ടെമ്പറേച്ചർ ഓവർ ടൈം ബൈ കൺട്രി എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓരോ കൺട്രികളും എന്തൊക്കെയാണെന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലേബലായിട്ട്. അപ്പോൾ US ഇതാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. 1750 തൊട്ട് 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ കൺട്രികളിലും വന്നിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ ഒരു ചേഞ്ചസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ലൈൻ പ്ലോട്ടിൽ എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഇയർ ആണ് കൊടുത്തത്. അതുപോലെ വൈയിലാണെന്നുണ്ടെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ ആണ് കൊടുത്തത്. ഹ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ലേബൽ ചെയ്യേണ്ടത് ആ ലേബൽ ചെയ്യേണ്ട ഡാറ്റയാണ്. നമുക്ക് കൺട്രിയുടെയാണ് നമുക്ക് ഇങ്ങനെ വരേണ്ടത്, ലൈൻ പ്ലോട്ട് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് കൺട്രികളുടെയാണ്. അപ്പോൾ ഞാൻ ഹ്യൂ എന്ന് പറഞ്ഞിട്ട് കൺട്രി എന്നുള്ളത് കൊടുത്തു. ഏത് ഡാറ്റയാണ് അടിസ്ഥാനമായിട്ടാണ് വരയ്ക്കേണ്ടത് എന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടൈറ്റിലാണ് PLT ടൈറ്റിൽ എന്ന് പറഞ്ഞത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഓവർ ടൈം ബൈ കൺട്രി എന്നുള്ളതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ ടൈറ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. PLT എക്സ് ലേബൽ. എക്സ് ലേബൽ എന്ന് പറഞ്ഞാൽ എക്സിൽ എന്താണ് ലേബൽ ചെയ്യേണ്ടത്, എക്സിൽ ഇയർ എന്നാണ് കൊടുക്കേണ്ടത്. ഇയർ ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ വൈയിൽ എന്താണ് വരേണ്ടത്, ആവറേജ് ടെമ്പറേച്ചർ ആണ്. ഇവിടെ -5 തൊട്ട് 25 വരെയുള്ള ഡാറ്റ ഓൾറെഡി എടുത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ലേബലാണ് ആവറേജ് ടെമ്പറേച്ചർ എന്ന് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ വൈ ലേബലിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഷോ എന്ന് പറയുമ്പോൾ ഇത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണതിൻ്റെ ഒരു ഡാറ്റ അനാലിസിസും അതുപോലെ അത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് പ്ലോട്ടിങ്ങും നമ്മൾ ചെയ്തത്. ഇതിൽ ഇയറിലും 1750 തൊട്ട് 2000 വരെയുള്ള ഇയേഴ്സിൽ ഓരോ കൺട്രികളിലും വന്നിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചസ് ആണ് കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലത്തെ ടൈം സീരീസ് വെച്ചിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെ ടൈം സീരീസ് വെച്ചിട്ടുള്ള ഡാറ്റകളുടെ കളക്ഷനെ കുറിച്ചിട്ടും ഡാറ്റാ സെറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡാറ്റാ സെറ്റുകളൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കുക. ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ പഠിക്കുക, വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയൊക്കെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത്
പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡാറ്റ അനാലിസിസ് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സാധിക്കുള്ളൂ. പൈത്തണിലെ ഡാറ്റ അനാലിസിസിനെ പറ്റിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം സീരീസ് ഡാറ്റയെ കുറിച്ചിട്ടും അത് വെച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടും ഏകദേശം ധാരണ കിട്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.